നമ്മുടെ കൂടെ എന്നുള്ളത് നമ്മുടെ സ്വന്തം മനാഫിക്കയാണ്. ഇക്കയ്ക്ക് കുറച്ച് കാര്യങ്ങൾ എല്ലാവരോടും പറയാനുണ്ട്. ഇക്ക പറയുള്ളൂ. ഒന്നുമില്ല, എല്ലാവർക്കും അറിയാലോ, കേരളത്തിലുള്ളവർക്ക് കാര്യമല്ല നമ്മൾ നടത്തിയത്. മൊത്തം കേരളത്തിലുള്ള സമൂഹം മൊത്തം ഒറ്റക്കെട്ടായി നിന്നിട്ട് നമ്മളെ അർജുന്റെ വീട്ടിലെത്തിച്ചതിൽ എല്ലാവർക്കും പങ്കുണ്ട്. അർജുന്റെ ഫാമിലിക്ക്, മനാഫിന്റെ ഫാമിലി തീർത്താ തീരാത്ത കടപ്പാട് ഈ കേരള സമൂഹത്തിനോടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ ഒരു കഴിഞ്ഞ കാര്യമാണ്, വിജയിച്ച കാര്യമാണ്. ഇനി നമ്മള് മറ്റുള്ള വിഷയങ്ങളിലേക്ക് കടന്ന് രണ്ട് സാധാരണ കുടുംബത്തിന്റെ ഒരു പ്രശ്നങ്ങളാണ്. ഇതിന് ഇനി ആരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേരി തിരിഞ്ഞ് ചില ആളുകൾ മുതലെടുപ്പ് നടത്തുന്നതാണ് ഇതിന്റെ കാരണം. ആളുകളൊക്കെ നമുക്ക് സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഇനി ഒരു ചേരി തിരിവുണ്ടായിട്ട് നമ്മൾ എന്താവുക, മറ്റുള്ളവരെ ഡിജിറ്റലാക്കി അവര് പല ഉള്ളിൽ കൂടി പല ബെനിഫിറ്റ്സും നോക്കുന്നതാണ്. സാധാരണക്കാരായ നമ്മളെ പോലത്തെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞിട്ട് ഒരു വലിയൊരു പ്രശ്നത്തിലേക്ക് പോകരുത്. ഞാൻ കാരണം ശരിക്കും ഒരു സമൂഹത്തിന് ഞാൻ യോജിപ്പിച്ച് എന്താണെന്ന് കഴിഞ്ഞാൽ നമ്മള് അർജുനെ ഈ വിഷയത്തിൽ ഒരു മതസൗഹാർദ്ദവും സഹോദരിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഞാൻ അതിനു വേണ്ടി പ്രവർത്തിച്ച് ഇനിയും പ്രവർത്തിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ ആ പാവപ്പെട്ട ഫാമിലിയിൽ അവരെയും എന്താണെന്ന് കഴിഞ്ഞാല് ഒരു തരത്തിലും ഒരു കമന്റ് ഇട്ടിട്ട് ആരും പ്രയാസപ്പെടുത്തരുത്. പിന്നെ കൈയാണെന്നുണ്ടെങ്കിൽ ഈ ചേട്ടന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. കാരണം ഒരുപാട് ദൂരത്ത് നിന്ന് ഈ മനുഷ്യൻ ഇങ്ങോട്ട് ഇത്രയും സങ്കടം ഉണ്ടായാലും പറയുന്ന കണ്ടോ, അതാണ് നമ്മുടെ ഇക്ക അല്ലേ ഇക്ക? എല്ലാവരും ഇക്കാര്യം സപ്പോർട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. എന്നാലും മാക്സിമം നീ സപ്പോർട്ട് ചെയ്യുക. ആരും അനാവശ്യമായിട്ട് ഫോൺ വിളിക്കരുത്. ഇക്ക മൊത്തത്തിൽ ടെൻഷനായിട്ടിരിക്കുവാണ്. ഓക്കെ, മനാഫിക്കനെ നമ്മൾ കണ്ടു. ഇക്കയുടെ സങ്കടങ്ങളും അതുപോലെ തന്നെ ഒരേ കാര്യങ്ങൾ പറഞ്ഞതും നമ്മളെല്ലാവരും കേട്ടു. ഒരുപാട് ഒരുപാട് വിഷമമായി പോയി. പാവം നല്ല ടെൻഷനിലാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ.